നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. സംസ്ഥാനത്ത് നിന്ന് സ്വർണ്ണവിലയിൽ വൻ ഇടിവ്. ഒരു പവൻ സ്വർണത്തിന് 520 രൂപ കുറഞ്ഞ് 56,560 രൂപയിലാണ് ഇപ്പോൾ സ്വർണ്ണ വ്യാപാരം നടക്കുന്നത്. ഈ മാസത്തെ ഏറ്റവും കുറഞ്ഞ നിരക്കാണിത്. 1 ഗ്രാം 22 ക്യാരറ്റ് സ്വർണത്തിന് 7,070 രൂപയും 1 ഗ്രാം 24 ക്യാരറ്റ് സ്വർണത്തിന് 7,713 രൂപയുമായി. കഴിഞ്ഞ ദിവസം ഒരു പവൻ സ്വർണത്തിന് 120 രൂപ കുറഞ്ഞ് 57,080 രൂപയായിരുന്നു. ഈ മാസത്തെ ഏറ്റവും ഉയർന്ന സ്വർണ്ണ നിരക്ക് രേഖപ്പെടുത്തിയത് ഡിസംബർ 11, 12 എന്നീ ദിവസങ്ങളിലായിരുന്നു. അന്ന് ഒരു പവൻ സ്വർണത്തിന്റെ വില 58,280 രൂപയായിരുന്നു. കഴിഞ്ഞ മാസം പകുതിയോടെ സ്വർണ്ണവിലയിൽ അതിശയിപ്പിക്കുന്ന കുറവ് സംഭവിച്ചിരുന്നുവെങ്കിലും ഡിസംബറോടെ വിലയിൽ വലിയ വർധനവ് രേഖപ്പെടുത്തിയിരുന്നു. ഇന്നത്തെ സ്വർണ്ണവില പ്രകാരം 5% പണിക്കൂലി നോക്കിയാൽ കേരളത്തിലെ ജ്വല്ലറികളിൽ നിന്ന് ഒരു പവൻ സ്വർണ്ണാഭരണം വാങ്ങാൻ 61,225 രൂപ നൽകണം. 1 ഗ്രാം ആഭരണത്തിന് ഇന്ന് 7,653 രൂപ കൊടുക്കണം. അതായത് 3% GST, ഹോൾമാർക്ക് ചാർജ്, പണിക്കൂലി എന്നിവയാണ് സ്വർണ്ണാഭരണം വാങ്ങുമ്പോൾ അധിക വില ഈടാക്കുന്നതിന് കാരണം. പണിക്കൂലിയിലെ നേരിയ മാറ്റങ്ങളാണ് സ്വർണ്ണാഭരണ വിലയിലും വ്യത്യാസം ഉണ്ടാവാൻ കാരണമാകാറുള്ളത്. സംസ്ഥാനത്തെ വെള്ളി വിലയിലും കുറവ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇന്ന് 1 ഗ്രാം വെള്ളിയുടെ വില 99 രൂപയും 1 കിലോഗ്രാം വെള്ളിയുടെ വില 99,000 രൂപയുമാണ്. കഴിഞ്ഞ ദിവസം 1 ഗ്രാം വെള്ളിയുടെ വില 100 രൂപയും 1 കിലോഗ്രാം വെള്ളിയുടെ വില 1 ലക്ഷം രൂപയുമായിരുന്നു. അന്താരാഷ്ട്ര സ്വർണ്ണവിലയിൽ വലിയ ഇടിവാണ് ഉണ്ടായത്. $2,581 വരെ താഴ്ന്ന ശേഷം വില $2,594 തുടർച്ചയായ രണ്ടാം ദിനമാണ് സ്വർണ്ണവില കുറയുന്നത്. 640 രൂപയാണ് 2 ദിവസം കൊണ്ട് കുറഞ്ഞത്. 1 ഗ്രാം 22 ക്യാരറ്റ് സ്വർണത്തിന്റെ വില 65 രൂപ കുറഞ്ഞു. വില 7,070 രൂപയാണ്. 1 ഗ്രാം 18 ക്യാരറ്റ് സ്വർണത്തിന്റെ വില 50 രൂപ ഉയർന്നു. വില 5,840 രൂപയാണ്. വെള്ളിയുടെ വിലയും താഴേക്കാണ്. 1 ഗ്രാം ഹോൾമാർക്ക് വെള്ളിയുടെ വില 95 രൂപയാണ്. സ്വർണത്തിന്റെയും വെള്ളിയുടെയും പ്ലാറ്റിനത്തിന്റെയും ഇറക്കുമതി തീരുവ കേന്ദ്ര സർക്കാർ കുറച്ചിരുന്നു. സ്വർണത്തിന്റെയും വെള്ളിയുടെയും ഇറക്കുമതി തീരുവ 6%, പ്ലാറ്റിനത്തിന്റേത് 6.4%മാണ് കുറച്ചത്. രാജ്യാന്തര വിപണിയിലെ ചലനങ്ങൾക്കനുസരിച്ചാണ് രാജ്യത്ത് സ്വർണ്ണവില നിശ്ചയിക്കപ്പെടുന്നത്. ഡോളർ രൂപ വിനിമയ നിരക്ക്, ഇറക്കുമതി തീരുവ എന്നിവയും സ്വർണ്ണവിലയെ സ്വാധീനിക്കുന്ന ഘടകങ്ങളാണ്. ലോകത്തെ ഏറ്റവും വലിയ സ്വർണ്ണ ഉപഭോക്താക്കളാണ് ഇന്ത്യ. ഓരോ വർഷവും ടൺ കണക്കിന് സ്വർണം രാജ്യത്ത് ഇറക്കുമതി ചെയ്യപ്പെടുന്നു. അതുകൊണ്ട് ആഗോള വിപണിയിൽ സംഭവിക്കുന്ന ചെറിയ ചലനങ്ങൾ പോലും അടിസ്ഥാനപരമായി ഇന്ത്യയിലെ സ്വർണ്ണവിലയിൽ പ്രതിഫലിക്കും. അതേസമയം രാജ്യാന്തര വിപണിയിൽ സ്വർണത്തിന് വില കുറഞ്ഞാൽ ഇന്ത്യയിൽ വില കുറയണമെന്ന് നിർബന്ധമില്ല. രൂപയുടെ മൂല്യം, പ്രാദേശികമായ ആവശ്യകത, ഇറക്കുമതി തീരുവ എന്നീ ഘടകങ്ങൾ ഇന്ത്യയിലെ സ്വർണ്ണവില നിശ്ചയിക്കുന്നതിൽ പ്രധാന പങ്ക് വഹിക്കും. നിലവിൽ പ്രാദേശികമായി പ്രവർത്തിക്കുന്ന ഗോൾഡ് അസോസിയേഷനുകളാണ് ആഭ്യന്തര വിപണിയിൽ സ്വർണത്തിന് വിലയിടുന്നത്. ആവശ്യകതയനുസരിച്ച് സ്വർണത്തിന് വില കൂട്ടാനും വില കുറയ്ക്കാനും അസോസിയേഷനുകൾക്ക് കഴിയും. ആവശ്യമായ സാഹചര്യങ്ങളിൽ ദിവസത്തിൽ 2 തവണ വരെ അസോസിയേഷനുകളിൽ വില പുതുക്കാറുണ്ട്.